2025 AI ഉച്ചകോടിയുടെ വേദിയാകുന്നത് ഫ്രാൻസ് ആണ്. അപ്പോൾ 2025 AI അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉച്ചകോടിയുടെ വേദിയാകുന്നത് ഫ്രാൻസ് ആണ്. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഹാജർ രേഖപ്പെടുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയ ആപ്പാണ് ജൻമൻ രേഖ ആപ്പ്. അപ്പോൾ ജൻമൻ രേഖ ആപ്പാണ് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഹാജർ രേഖപ്പെടുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയ ആപ്പ്. 2024 സിംഗപ്പൂരിൽ വെച്ച് നടന്ന ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ചൈനയുടെ ഡിങ് ലിറനെ തോൽപ്പിച്ച് ജേതാവായത് ദൊമ്മരാജു ഗുഗേഷ്. ഡി ഗുഗേഷ് ആണ് 2024 സിംഗപ്പൂരിൽ വെച്ച് നടന്ന ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ചൈനയുടെ ഡിങ് ലിറനെ തോൽപ്പിക്കുന്നത്. 2024 ദേശീയ ജൂനിയർ അത്ലറ്റിക്സ് ജേതാക്കളാകുന്നത് ഹരിയാനയാണ്. 2024 ദേശീയ ജൂനിയർ അത്ലറ്റിക്സ് ജേതാക്കൾ ഹരിയാനയാണ്. വേദി ഭുവനേശ്വറാണ്. പരിസ്ഥിതി മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് UN നൽകുന്ന ചാമ്പ്യൻ ഓഫ് എർത്ത് പുരസ്കാരത്തിന് അർഹനായത് മാധവ് ഗാഡ്ഗിലാണ്. പരിസ്ഥിതി മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് UN നൽകുന്ന പുരസ്കാരമാണ് ചാമ്പ്യൻ ഓഫ് എർത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പുരസ്കാരത്തിന് അർഹനായത് മാധവ് ഗാഡ്ഗിലാണ്. 2024 73ാമത് മിസ് യൂണിവേഴ്സ് ജേതാവ് വിക്ടോറിയ കെയർ തെയിൽവിങ് ആണ്. ഡെൻമാർക്കിലെ വിക്ടോറിയ കെയർ തെയിൽവിങ്. 2024 അന്തരിച്ച പ്രഥമ മിസ് വേൾഡ് ജേതാവാണ് കിഗി ഹക്കൻസൺ. സ്വീഡനിലെ കിഗി ഹക്കൻസൺ ആണ് 2024 അന്തരിച്ച പ്രഥമ മിസ് വേൾഡ് ജേതാവ്. 2024 ബുക്കർ പ്രൈസ് ജേതാവാണ് സമന്ത ഹാർവിയാണ്. അപ്പോൾ സമന്ത ഹാർവിക്കാണ് 2024 ബുക്കർ പ്രൈസ് ലഭിച്ചത്. നോവൽ ഓർബിറ്റൽ. അപ്പോൾ ഓർബിറ്റൽ എന്ന നോവലിനാണ് സമന്ത ഹാർവിക്ക് 2024 ബുക്കർ പ്രൈസ് ലഭിക്കുന്നത്. സമന്ത ഹാർവി ബ്രിട്ടനിലെ വ്യക്തിയാണ് കേട്ടോ. അപ്പോൾ 2024 ബുക്കർ പ്രൈസ് ജേതാവ് ആരാണ്? സമന്ത ഹാർവിയാണ്. നോവൽ ഓർബിറ്റൽ. ആദ്യമായി മഞ്ഞുവീഴ്ച അനുഭവപ്പെട്ട സൗദി അറേബ്യയിലെ മരുഭൂമി മേഖലയാണ് അൽ ജൗഫ്. അപ്പോൾ അൽ ജൗഫിലാണ് ആദ്യമായിട്ട് മഞ്ഞുവീഴ്ച അനുഭവപ്പെടുന്ന സൗദി അറേബ്യയിലെ മരുഭൂമി മേഖല. ഇന്ത്യയിലെ ആദ്യത്തെ നൈറ്റ് സഫാരി പാർക്ക് നിലവിൽ വന്നത് ലക്നൌവിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ നൈറ്റ് സഫാരി പാർക്ക് നിലവിൽ വന്നത് ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ്. ഇന്ത്യയിലെ ആദ്യ ഗ്രീൻ ഹൈഡ്രജൻ